നിങ്ങളൊക്കെ ഇവിടെ പഠിക്കാനാണോ അത് ഡാൻസ് കളിക്കാനാണോ വന്നേക്കുന്നത്? സോറി മാം. അതൊക്കെ അങ്ങ് NMCL പോയി ചെയ്താൽ മതി, ഡാൻസും പാട്ടും ഒക്കെ. ഇവിടെ ഇതൊന്നും പറ്റത്തില്ല. ഈസി മാം, ചിൽ. അതൊക്കെ പോട്ടെ, നിങ്ങളുടെ യൂണിഫോമിന് എന്ത് പറ്റി? It's a girls only college, ma'am. Who cares? I care. Your parents care. ഫാഷൻ ഷോ ഒന്നും ഇവിടെ പറ്റത്തില്ല കേട്ടോ. എല്ലാരും ക്ലാസ്സിൽ കയറിക്കേ. ഈ മാമിന്റെ ഒരു കാര്യം, ആ പുതിയ സ്റ്റുഡന്റ് വന്നേ പിന്നെയാ ഇത്രയും പ്രശ്നം. ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നിന്നെ കുറിച്ചാ ഒരാള് മതിയല്ലോ പഠിക്കുന്ന എല്ലാരും ബാക്കിയുള്ളവരും കൂടെ ചീത്തയാക്കാനായിട്ട്. എല്ലാരും ക്ലാസ്സിൽ കയറിക്കേ. എടി മാഡം പോയോ? ആ പോയി. നമുക്ക് മുങ്ങിയാലോ? എങ്ങോട്ട്? ഇവിടെ നിന്ന് ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റില്ല. ഇന്ന് NMCL ഫാഷൻ ഷോ ഉണ്ട്. അവിടെ പോയി നമുക്ക് അങ്ങ് ഡാൻസ് കളിക്കാം. പിന്നെ നല്ല ഫുഡും ഉണ്ടെന്നാ കേട്ടെ. ആണോ? ഓക്കെ, ലെറ്റ്സ് ഗോ. അവരോട് പോയി. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? നീ അവിടെ ചെന്ന് നോക്കിയേ, ഞാൻ ഇവിടെ നോക്കാം. കാണുന്നില്ലല്ലോ, ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ ഇല്ല, പിന്നെ എവിടെ പോയി? എന്നാലും ഇവരെവിടെ പോയി? അത് കേൾക്കുന്നുണ്ടോ? जब से गई है तुम आई के मैं बैठा ना नहाई के, भूला में स्वाद भी चाई के। ओ जब से गई है तुम आई के मैं बैठा ना नहाई के, भूला में स्वाद भी चाई के। क्या हुआ वो तेरा वादा रो रो के हुआ मैं आधा, जान ले ले मुँह दिखाई के।
എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് ഒരു 5 വയസ്സിൽ കളിക്കേണ്ടതാണ് ഈ സ്റ്റേജിൽ. അന്നത്തെ ടോപ്പ് ഡാൻസർ, ഇന്നത്തെ ടോപ്പ് ഡാൻസർ. അപ്പോൾ അതെ എപ്പോഴും തീർച്ചയായിട്ടും ഞാൻ പ്രത്യേകമായിട്ട് എനിക്ക് നന്ദി പറയുന്നത് അന്യോടാണ്. കാരണം അരങ്ങ് 2026 എന്നുള്ള ആശയം ആദ്യമായിട്ട് ഞാൻ ചർച്ച ചെയ്ത ആളുകളൊന്ന് അന്നയാണ്. അപ്പൊ അന്നോട് ഞാൻ ചോദിച്ചു, അന്ന നമുക്ക് കുറച്ച് വ്യത്യസ്തമായ ഡാൻസ് പ്രോഗ്രാമുകൾ കൊറിയോഗ്രാഫി ചെയ്യുന്നതിലൊക്കെ എന്താണ്? അപ്പൊ അന്ന പറഞ്ഞു എന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും, ഞങ്ങൾ ഫ്രണ്ട്സിന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും, ടോപ്പ് ഡാൻസേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഉണ്ടാകും. നിങ്ങൾ മുമ്പോട്ട് പോകും. ഇതുപോലുള്ള വാക്കുകളാണ് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം. നല്ലൊരു കൈയടി ആ വാക്കിന് അല്ലെ? നമ്മളോട് അങ്ങനെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ അത് മാത്രമല്ല, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. കാരണം ഇവര് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഡാൻസ് കളിക്കുന്നു. അതിന്റെ കൂടെ തന്നെ കോസ്റ്റ്യൂം ചേഞ്ചിങ് അല്ലേ, നിമിഷങ്ങൾക്കൊക്കെ ഒരു കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് പിന്നെ വന്നിട്ട് ആ ഒരു മീനായിട്ട് കളിക്കുന്നത്. സോ ഇറ്റ്സ് റിയലി അപ്രീഷിയേറ്റബിൾ അല്ലേ? തീർച്ചയായിട്ടും ആ നല്ല നർത്തകി നല്ലൊരു ഡാൻസ് സ്കൂളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നല്ലൊരു ടീച്ചറായിട്ടും ഒക്കെ ആയിരിക്കും നാളെ വേദികളിലെത്തുക. നല്ലൊരു നർത്തകി, നല്ലൊരു ഡാൻസർ മാത്രമല്ല, നല്ലൊരു ടൈം മാനേജ്മെന്റ് സ്കില്ലും കൂടി വേണം അല്ലേ? തീർച്ചയായും തീർച്ചയായും. അപ്പോൾ ഇവരുടെ അകത്തോ സമ്മാനിക്കാനായി നമ്മുടെ പ്രിയപ്പെട്ട ആന്റോ എബ്രഹാമിനെയും ബ്ലെസ്സിനെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആൻഡപ്പൻ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ആൻഡോ. ഒപ്പം വരുന്ന വേദിയിലേക്ക് രാഗമേളത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ അത് ചിട്ടപ്പെടുത്തിയ ഞങ്ങളുടെ പ്രിയ ബ്ലെസൻ. തീർച്ചയായും ബ്ലെസനെ ഞാൻ കഴിഞ്ഞ പരിപാടികളിലായിരുന്നു. ബ്ലെസൻ നോട്ടിങ്ങാമിന്റെ ഒരു ബ്ലെസ്സിംഗ് ആയി മാറുകയാണ്. കാരണം നോട്ടിങ്ങാമിന്റെ ഏറ്റവും നല്ല ഗായകൻ എന്ന പദവിയിലേക്ക് ബ്ലെസൻ വരുന്നതിൽ ഉള്ള സന്തോഷം നല്ല കൈയ്യടിയോടുകൂടി അറിയിക്കട്ടെ. സമ്മാനം നൽകുന്നു ബ്ലെസനും അതുപോലെ തന്നെ ആൻഡോ. നല്ലൊരു കലാ